അസ്സലാമലൈക്കും. വെൽക്കം ടു ഉസ്കാർ ഹെന. മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് ഈ ചാനലിലൂടെ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറബിക് ഹെന്ന ഡിസൈനിൻ്റെ ഒരു കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറബിക് ഹെന്ന ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അറബ്സ് ചെയ്യുന്നൊരു ഡിസൈനാണ്. അതായത് കയ്യിൽ നിറയെ ഇടാതെ കുറച്ച് പോർഷൻസിൽ ഇടുന്നത്. ഫ്ലോറൽ ഡിസൈനിങ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഡിസൈനിങ് ആണ് അറബിക് ഹെന്ന ഡിസൈൻ. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻസാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ലൈൻസ്, ഫ്രിൽസ്, പിന്നെ ലീവ്സ്, ഇതൊക്കെയാണ് ഈ അറബിക് ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലായിട്ട് വരുന്ന ഡിസൈനുകൾ ഡോട്ട്സ്, ഡ്രോപ്സ്, ഏറ്റവും കൂടുതലായിട്ട് ഹെന്നയിൽ വരുന്നത് ഫ്ലോറൽ ഡിസൈനിങ് ആണ്. അതായത് അറബിക് ഹെന്നയിൽ വരുന്നത് ഫ്ലോറൽ ഡിസൈനിങ് ആണ്. അതൊരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ പറയേണ്ട ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ലീവ്സുകൾ പലതരത്തിൽ അറബിക് ഹെന്ന ഡിസൈനിങ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ലീവ്സ് എങ്ങനെ വരയ്ക്കാം എന്നാണ് കാണിക്കുന്നത്. പലതരത്തിലുള്ള ലീവ്സും അതെങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. കുറച്ചധികം ലീവ്സ് ഇട്ട് നിങ്ങൾ അറബിക് ഹെന്ന ഡിസൈനിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലീവ്സ് നിങ്ങൾ ഒരു പേപ്പറിൽ ഒരു കോൺ എടുത്തിട്ട് വരച്ച് പഠിക്കുക. നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം ഒരുവിധം പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ എപ്പോഴും പറയണ പോലെ പ്രാക്ടീസാണ് വേണ്ടത്. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നന്നായിട്ട് മെഹന്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അറബിക് കുറേ പേർക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കൈ നിറച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടം കുറച്ച് പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യണ കുറച്ച് സ്പേസ് ഇട്ടിട്ടുള്ള ഡിസൈനിങ് ആണ്. ഫ്ലവറാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ലീവ്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇങ്ങനത്തെ ലീവ്സ് കുറച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.